സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുധനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഒരു നല്ല ദിവസം കൊണ്ട് ദാനമായി തന്നല്ല കർത്താവേ. ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ കർത്താവേ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും അടിയൻ സമർപ്പിക്കുക. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അപ്പൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കുക. ഞങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും അപ്പൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും മറുപടി തരുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ഇന്ദ്രകരങ്ങളിലോട്ടൊന്ന് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ എല്ലാ ഉപജീവന മാർഗങ്ങളും തമ്പുരാൻ്റെ പൊന്നുപാദപിടുത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് വരെ ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തിയതാ. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിലെ വഴിയിലെ ജോലിയിലെല്ലാം കൂടിയിരുന്ന് സഹായിച്ചതാ. വീണ്ടും ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ അൻപാർന്ന കാര്യം ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം. എല്ലാ വഴികളിലും കൂടെ ഇരിക്കണം. സമാധാനത്തോടെ കാത്തുകൊള്ളണം. എല്ലാ സൗഖ്യവും ഞങ്ങൾക്ക് തരണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ പാദപിടുത്തിൽ ഏൽപ്പിച്ച് തരുന്നു. നാഥാ, അവിടുന്ന് ഞങ്ങളെ കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവം, ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ കർത്താവേ, ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം. പാപം കൂടാതെ ജീവിപ്പാൻ ഇടയാക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പോൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെയൊക്കെ മാനിച്ചോണമേ. സൗഖ്യത്തിലും സമാധാനത്തിലും ദൈവകൃപയിലും പഠിച്ചു വരാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നല്ല അഡ്മിഷനൊക്കെ ലഭിക്കേണ്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരാഗ്രഹിക്കുന്ന വിധത്തിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുവാനും തുടർ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും സ്വർഗം സഹായിച്ചാട്ട്. ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, OIT IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വൊമിറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ. അപ്പോൾ ആരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ ദൈവമേ. അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണമേ. അവർക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കണമേ സ്വർഗമേ. നീ അല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ല കർത്താവേ. കുഞ്ഞുങ്ങളെ നിരാശപ്പെട്ട് പുറകോട്ട് പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കർത്താപ്പച്ചന് കൊണ്ടുവന്നെത്തിക്കാൻ കഴിവുള്ള ദൈവമാണല്ലോ. അപ്പോൾ നീ മനസ്സറിയണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന വചനത്താൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൂതനെ ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ആമേൻ. കുഞ്ഞുങ്ങളുടെ വഴികളൊക്കെയും നേരെയാകട്ടെ കർത്താവ്. ഈ സമയം ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഓരോരുത്തരുടെയും ആഗ്രഹത്തെ ആവശ്യത്തെയും ഏൽപ്പിക്കുകയാണ്. എൻ്റെ ദൈവം ഓരോ മക്കളെയും കരുതിക്കൊള്ളുമാറാകണം. പ്രത്യേകിച്ച് യാത്ര പോകുന്ന മക്കളെയെല്ലാം ഓർക്കുന്നവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണം. സമാധാനവും സന്തോഷമായി എത്തിച്ചേരുവാൻ ഇടയാക്കണേ കർത്താവെ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷത്തിൽ ഹാലിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. ഈ പുതിയ വർഷത്തിൽ വേണ്ടുന്ന നന്മയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ കൊടുത്ത് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്.
ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുള്ള സമാധാനത്തിൽ കാത്തോണേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാത്ത മക്കൾ സന്തോഷത്തോടെ ജീവിപ്പാൻ വഴിയൊരുക്കണേ കർത്താവേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക തുണയൊരുക്കി നടക്കുവാൻ സഹായിച്ചാട്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചാട്ട്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന കർത്താവേ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ചുമയാൽ പനിയാൽ ശ്വാസതടസ്സാൽ ഭാരപ്പെടുന്നവർ കർത്താവേ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ കർത്താവേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, തൊക്ക് സംബന്ധമായ രോഗമുള്ളവർ കർത്താവ്, ബ്ലീഡിങ്ങിനായി ഭാരപ്പെടുന്നവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ദൈവം ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ദൈവമേ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവർ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ഓരോരുത്തരെയും നീ അറിയുന്ന ദൈവമാണല്ലോ കർത്താവ്. രോഗിക്ക് നല്ല വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്നെൻ്റെ കർത്താവാ. കരുണ തോന്നണമേ, മനസ്സലിടമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ. അത് ബലഹീനത തികഞ്ഞു വരുന്നതാകിയാൽ അത്യന്തപരമായ കൃപ ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആമേൻ. രോഗിക്ക് നല്ല വൈദ്യന, രോഗം നീക്കുന്ന മരുന്ന്, അങ്ങാണ് മരുന്ന്. ഒരു വാക്ക് കൽപ്പിച്ചാട്ട് പ്രയാസങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ആശ്രയം പ്രാപിച്ചിരിക്കുന്ന അപ്പൻ്റെ പാഠപിടുത്തില്ല. മരുന്നിനും വൈദ്യനുമല്ല ആശ്രയിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് അടിപ്പിണരാനുള്ള സൗഖ്യം കൊടുത്ത് സഹായിച്ചാട്ട്. അങ്ങനെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ ജീവിപ്പാനിടയാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളുടെ നടുവിൽ ഇറങ്ങണേ. ഉപജീവനമാർഗത്തെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായുള്ള ഉപജീവനമാർഗവും ബിസിനസ് ചെയ്യുന്ന മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ആവശ്യമറിഞ്ഞ് അധികമായി നീ നൽകിക്കൊടുക്കുവാൻ സർവ്വസമ്പന്നനാകിയാൽ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിക്കുന്ന നാഥ സഹായിക്കണമേ. ഹല്ലേലൂയ. നന്ദി, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നു, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നു, ഞങ്ങളുടെ ആവശ്യം അറിയാവുന്നു, ഭാരവും രോഗം അറിയാവുന്നു. അവിടുന്ന് നിശ്ചയമായി ഞങ്ങളെ സഹായിക്കും, നിശ്ചയമായി ഞങ്ങളെ അനുഗ്രഹിക്കും, നിശ്ചയമായി ഞങ്ങളെ മാനിച്ചുയർത്തും, സൗഖ്യം തരും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഈ നിമിഷം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ മറന്നാലും ഞങ്ങളെ മറക്കാത്ത നല്ല കർത്താവ് എല്ലാ വഴിവാതിലും ഓരോ മക്കൾക്കും തുറന്നു കൊടുക്കണമേ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴിവാതിൽ തുറക്കണമേ. അപ്പൻ്റെ വഴിവാതിൽ ഹല്ലേലൂയ തൻ്റെ മക്കളുടെ മുൻപിൽ തുറന്നു കൊടുത്തവർ അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശപ്പെട്ട് ഹൃദയം കലങ്ങുവാൻ അനുവദിക്കല്ല. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു, ഭവനമില്ലാത്തവരെ ഏൽപ്പിക്കുന്നു, ഭവനം പണിയുന്നവരെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം അടിസ്ഥാനം വിട്ട് കെട്ടിപ്പൊക്കി വാസയോഗ്യമാക്കി നല്ല ഭവനം കൊടുക്കാൻ സർവശക്തനാകിയാൽ ഈ അപ്പനിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭം കുറിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുൻപോട്ട് നടക്കുന്ന എല്ലാ ഭവനത്തിൻ്റെ പണികളെയും കർത്താവ് പൂർത്തീകരിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം കർത്താവ്. കർത്താവ് എല്ലാ ആപത്തനർത്ഥത്തിൽ ഞങ്ങളെ പിടിപ്പിക്കണം. ഞങ്ങളുടെ വാഹനയാത്ര വഴിയാത്ര കൂടി ഞങ്ങളുടെ വാഹനത്തെ കർത്താപ്പച്ചൻ നിയന്ത്രിച്ചോണേ കർത്താവ്. ഹല്ലേലൂയ. അതിന് തിരുക്കരം ചേർത്ത് പിടിക്കണം, തിരുക്കരം ചേർത്ത് പിടിക്കണം. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് നടത്തണം. ഇന്ന് പകൽക്കാലം കൃപയിൽ ഞങ്ങളെ നടത്തണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.